എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പിയാഷെ അതുപോലെ തന്നെ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ന്യൂസ് കൃത്യമായിട്ട് എഴുതുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം എന്നാണ് കരുതുന്നത്. ന്യൂസൊക്കെ എഴുതിയവരെ മാത്രമേ ഇന്ന് ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വീഡിയോ കൂടെ ഒന്ന് ഓണാക്കിക്കോണേ. പുതുവർഷത്തിൽ വന്നിരുന്ന എന്താണ് നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ പുതുവർഷം ആയപ്പോൾ 2025 തുടക്കം നല്ല രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ വന്നു. അതായത് 2024 അനലൈസും അത് 25 കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ജൻ ടീച്ചറെ 2025 തലമുറയെ, അന്ന് മുതലുള്ള തലമുറയെ പുതിയൊരു പേര് വിളിച്ചിരുന്നു. അതെന്താണ്? 2025 വരുന്ന പുത്തൻ തലമുറയെ അഭിസംബോധന ചെയ്തൊരു പേരുണ്ടായിരുന്നു. തലമുറയുടെ പേരോ ടീച്ചറെ? സഹകരണ വർഷമായിട്ട് ആചരിക്കുന്ന അതാണ് ഉദ്ദേശിച്ചത്? തലമുറയാണ് ബീറ്റ. പറഞ്ഞോ ബിൻസി. ബീറ്റ തലമുറ. ബീറ്റ തലമുറ ആണ്. അപ്പൊ ആൽഫ തലമുറ ഏതാ? ഇപ്പം കഴിഞ്ഞ 24 വരെ. 24. അതായത് ഇനി ജനിക്കുന്ന അതായത് 2025 അതിൽ ജനിക്കുന്ന 25 മുതൽ 2039 വരെ. അതെ അതെ, ഞാൻ ഇന്ന് വരെ എന്ന് നോക്കാൻ തുടങ്ങിയതാ. 39 വരെ കേട്ടോ. 2025 മുതൽ 2039 വരെയുള്ള തലമുറയെ, അന്ന് വരെ ജനിക്കുന്ന കുട്ടികളെയാണ് ബീറ്റ തലമുറ എന്ന് പറയുന്നത്. അഞ്ജലി ടീച്ചറെ അത് എഴുതിയിരുന്നോ? ഏറ്റവും നന്നായിട്ട് ന്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് അമൃത ടീച്ചർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിൻസിൻ ടീച്ചർ പിന്നെ അതുപോലെ തന്നെ ചെയ്തു. അമൃത ടീച്ചർ കുറച്ചും കൂടെ ന്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഞ്ജൻ ടീച്ചറും എല്ലാം നന്നായിട്ടാ ചെയ്തേ. അഞ്ജലി ടീച്ചറിനോട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് മനസ്സിലായല്ലോ ന്യൂസ് അയച്ചു തന്നപ്പോൾ. കുറച്ചും കൂടി ഉണ്ട്. അത് നമ്മൾ വായിക്കുന്ന പത്രവും അതുപോലെ തന്നെ ഫർദർ ആയിട്ടുള്ള ഗ്രൂപ്പുകളും ഒക്കെ റെഫർ ചെയ്താണ് അമൃത ടീച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പം അതെന്ത് തന്നെ ആയാലും നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷ വികസിപ്പിക്കുക എന്നതും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതുമാണ്. ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ബീറ്റ തലമുറയെ കുറിച്ച്. അപ്പൊ പത്രം വായിച്ചോ? പത്രം വായിച്ചോ? ഇല്ല, വായിക്കാതാണോ നോട്ട് തയ്യാറായി? കണ്ടില്ല. അയ്യോ, ഞാന് വെട്ടി ഒട്ടിച്ചായിരുന്നു ആ ഹെഡിങ് എല്ലാം. അപ്പോൾ 2025 മുതൽ 2029 വരെ ബീറ്റ തലമുറ എന്നാ പറയുന്നത്. 2025 മുതൽ കണ്ണു തുറക്കുന്ന ബീറ്റ തലമുറയുടെ ലോകം നിർമ്മിത ബുദ്ധി, കാലാവസ്ഥാ വ്യതിയാനം, ബഹിരാകാശ പര്യവേഷണം, ബഹിരാകാശ ടൂറിസം, ക്വാണ്ടം കമ്പ്യൂട്ടറിംഗ്, ഹൈപ്പർ ലൂപ്പുകൾ, EV കാറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് അങ്ങനെയുള്ള പുതുതലമുറ ആയതുകൊണ്ടാണ് ഇതിന് ബീറ്റ തലമുറ എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിന് തുടക്കം ആൽഫ തലമുറയായിരുന്നു. അതായത് 2024 വരെയുള്ള 2013 മുതൽ 24 വരെയുള്ളവരെയാണെന്ന് തോന്നുന്നു ആൽഫ തലമുറ എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ അതിന് ശേഷമുള്ളതാണ് 2025 മുതൽ 39 വരെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തലമുറയാണ് ബീറ്റ തലമുറ എന്ന് വിളിച്ചത്. ആൽഫ എന്ന് വിളിക്കാൻ കാരണം ആൽഫയല്ലേ ആദ്യത്തെ ലെറ്റർ, തുടക്കം എന്നുള്ള അർത്ഥത്തിലാണ് ആൽഫ എന്ന് വിളിച്ചത്. ഇത് അടുത്ത ആൽഫയ്ക്ക് ശേഷം ബീറ്റ തലമുറ എന്ന് അറിയപ്പെടുന്നു. അതിന്റെ കാരണം ഇതാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് അവര്. അതായത് നമുക്ക് അറിയാം നിലവില് പിന്നെ AI സാങ്കേതിക വിദ്യയൊക്കെ വളരെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? എല്ലായിടത്തും AI ആണ്. ഞാൻ ഇന്നലെ ഒരു വാർത്ത നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിരുന്നു അല്ലെ? ഒരു ഗേൾ ഫ്രണ്ട് AI ഉപയോഗിച്ചിട്ടുള്ള റോബോട്ടിനെ കണ്ടില്ലേ? യൂട്യൂബിന്റെ ഒരു ലിങ്ക് ഞാൻ ഇട്ടിരുന്നു. അത് തുറന്നു നോക്കിയാലും അതിൽ പറയുന്നത് മനുഷ്യന്റെ വികാരങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന റോബോട്ട് എന്നാണ്. നമ്മളോട് നമ്മുടെ വികാരം അനുസരിച്ചുള്ള ഭാവഭേദങ്ങൾ ആ റോബോട്ടിന്റെ മുഖത്ത് വരുന്നുണ്ട്. റോബോട്ട് കാമുകി വിൽപ്പനയ്ക്കെന്നും പറഞ്ഞ് ന്യൂസിലേക്ക് ഉണ്ടായിരുന്നു. അതെ അതെ, അതാ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടതാണ്. റോബോട്ട് കാമുകി വിൽപ്പനയ്ക്ക് എന്ന് തന്നെയാണ് അത് കിടന്നത്. പക്ഷെ അതിന്റെ നിങ്ങൾ ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫേസിലെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിന് വിഷമം വരുന്നത്, പുഞ്ചിരിക്കുന്നതും ഒക്കെ ഒരു മനുഷ്യനെ പോലെ തന്നെ. അപ്പൊ അത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഉണ്ട് അവിടെ.
മനുഷ്യനേക്കാൾ അതെ അതെ, അങ്ങനെ പറയുന്നുണ്ടല്ലോ. കാരണം ഇതിന് തുടക്കം കുറിച്ച വ്യക്തി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇത് പോകുക ചെയ്ത്, അതെ, പിന്മാറി. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഇത് മനുഷ്യ ബുദ്ധിക്ക് അപ്പുറം ഇത് പ്രവർത്തിക്കും, മനുഷ്യന് അവസാനം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു തരമായി മാറും എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഗൂഗിളിന്റെ ഒരു വെർഷൻ അവര് ഇതുപോലെ കൊണ്ടുവന്നായിരുന്നു. അവസാനം അവരത് പിന്നെ ഡീആക്ടിവേറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥ വന്നു. കാരണം അവരുടെ നിയന്ത്രണത്തിൽ അല്ലാതെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോയി. അതിന് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു പവർ കിട്ടിത്തുടങ്ങിയപ്പോൾ പിന്നെ ഇവർക്ക് അത് നശിപ്പിക്കുകയേ ഉള്ളൂ മാർഗം ഉള്ള രീതിയിലായി. ഇത് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ മനുഷ്യൻ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് പ്രകൃതിയെ പോലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി ആഞ്ഞടിച്ചു തുടങ്ങിയത്. അപ്പോ ആ മനുഷ്യൻ എല്ലാത്തിനും അതീതനെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള പവർ നമ്മളിലായതുകൊണ്ടാണ്. നമുക്ക് വിവേചന ബുദ്ധിയുണ്ട്, ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ട് എന്നതാണ്, അല്ലെ? അപ്പൊ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരായ ആളുകൾ വരിക, നമ്മളെക്കാൾ അതീത ചിന്തയുള്ളവർ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അടിമത്തത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പിന്നെ അതായത് രജനീകാന്തിന്റെ സിനിമ കണ്ടില്ലായിരുന്നു, ഐശ്വര്യ റായും രജനീകാന്തും ഒക്കെ ഉള്ള, അതിനകത്ത് എന്താ അല്ലേ? അതുപോലെ അതേ അവസ്ഥയൊക്കെ വന്നാലുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിർമ്മിച്ച ആളുകളുടെ കയ്യിൽ പോലും കൺട്രോൾ ഇല്ലാതെ വരിക, അല്ലെ? അങ്ങനെയുമുള്ള നെഗറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ നിലവിലെ തലമുറയെ നമ്മൾ ബീറ്റ തലമുറ എന്നാണ് 2025 മുതൽ 2039 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളെ അങ്ങനെ ആദ്യത്തെ കുട്ടിയുടെ പേരുണ്ടല്ലോ, ഫ്രാങ്ക്ലിൻ അല്ലേ? ആണോ? ഫ്രാങ്കി എന്നാ പേര്, ഫ്രാങ്കി. ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ആണല്ലേ? ഞാനത് നോട്ട് ചെയ്തോ എന്തോ ഓർക്കുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ നിലവില് ഉടനടി ഇവ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടായിരുന്നു. അതായത് ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ന്യൂസും കൂടി അന്നത്തെ പത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് AI, അതുപോലെ അർബുദ ചികിത്സയിലും വിപ്ലവം, പിന്നെ AI നഴ്സുമാർ, ക്വാണ്ടം അത്ഭുതം, കാറിൽ നിന്ന് വൈദ്യുതി, അലിഞ്ഞു ചേരും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു. അതുണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി ഒട്ടിച്ചായിരുന്നു. അതെ, അതൊക്കെ ഞാനും വെട്ടി ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തത്. കാരണം നമുക്കിത് ഓരോന്ന് എഴുതി വെക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളും അതുകൊണ്ടാണ് ഞാൻ അന്ന് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിരുന്നു. അതായത് നമുക്ക് വെട്ടി എടുത്ത് ഒട്ടിച്ചു വെക്കാം. ആ ഒരു രീതിയാണെങ്കിൽ കുറച്ചും കൂടി സമയം നമുക്ക് ലാഭിക്കാം, പെട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കാനും പറ്റും, കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ക്രിയേറ്റീവ് AI എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം, എല്ലാം AI സാധ്യത ഉപയോഗിച്ചിട്ടാണ്. ഏതൊരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിലും എനിക്ക് AI അറിയില്ല എന്നല്ല, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലെല്ലാം എന്താണ്, AI സാധ്യതയാണ്. അതായത് നേരത്തെ നമ്മളിപ്പോ മുമ്പ് അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കൃത്യമായിട്ട് പിക്ചർ കട്ട് ചെയ്ത് അല്ലേ, അതിനെ വലിച്ചു നീക്കി മാറ്റി വെച്ച് പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്നും അറിയാത്ത ഒരാൾക്കും ഒരു ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോഷോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? ബാക്ക്ഗ്രൗണ്ട് പെട്ടെന്ന് മാറ്റിക്കൂടെ? ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? AI സാധ്യതയാണ്, നമ്മളൊന്നും ചെയ്യുന്നതല്ല, അല്ലേ? നമ്മൾ ചെയ്യുന്നതല്ല എന്ന് വെച്ചാൽ നമ്മൾ മെനക്കെട്ടിരുന്ന് നമ്മൾ അതിനെ അങ്ങനെ പിടിച്ചെടുത്ത് മാറ്റി അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല, ഒറ്റ ക്ലിക്കിൽ എല്ലാം ഉണ്ട്. ഇതൊക്കെ AI സാധ്യതയാണ്, അല്ലെ? അപ്പോൾ ഇനിയും സങ്കീർണമായ ആശയങ്ങൾ പോലും നമുക്ക് ലളിതമായിട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ AI സാധ്യത ഇനി കുതിച്ചു കയറും എന്നുള്ള രീതിയിലാണ് ആ ദിവസത്തെ പത്രത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഒന്നുകൂടി, അതായത് പുതുവത്സരത്തിന്റെ പത്രം വാർത്തകൾ നിങ്ങൾ എഴുതിയത് കുറവാണെങ്കിൽ ഒന്നും കൂടി എടുത്തു വെച്ച് നോക്കി ആവശ്യമുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. കുറച്ച് നോളജും കൂടി നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനി ആൽഫ തൊട്ടാണോ ടീച്ചറെ തുടങ്ങുന്നേ? 91-27 ആ ഒരു കാലം തൊട്ട് ഇല്ലേ? ആൽഫയാണ്. അതായത് 2013 മുതലുള്ളതല്ലായിരുന്നു ടീച്ചറെ ആൽഫ കാലഘട്ടം, അല്ലേ? അതല്ല ഞാൻ ചോദിച്ച ടീച്ചറെ, പത്രത്തിലേ 1901 തൊട്ട് 1927 തൊട്ടല്ലേ കൊടുത്തേക്കുന്നത്, ദ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ അത്രയും ബാക്കിലോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമുക്ക് നിലവിലുള്ളത്. ഇപ്പം നമ്മളോട് ചോദിക്കാൻ സാധ്യത ഇപ്പോഴുള്ള തലമുറയെ എന്ത് പറയും എന്നൊരു സാധ്യത കണ്ടുകൊണ്ടാണ് ഈ ഒരു ചോദ്യം, ആനുകാലിക പ്രസക്തമായിട്ട്.
ഇനി അതുപോലെ തന്നെ അന്നത്തെ പത്രത്തിൽ തന്നെ ഓൺലൈൻ തട്ടിപ്പ് തടയാനായിട്ട് പുതുവർഷത്തിൽ പുതിയ 3 പദ്ധതികൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നോ? വാട്സപ്പ് ചാറ്റ് ബോട്ട്, ഉണ്ടായിരുന്നു. കേരള പോലീസിന്റെ 3 പദ്ധതികൾ: വാട്സാപ്പ് ചാറ്റ് ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ്, ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. അതെ. ഇതിനകത്ത് ഒരു 2 എണ്ണം ഉണ്ടല്ലോ. അക്കൗണ്ട് സ്കോറിംഗും ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗും ഇസ്രായേൽ നടപ്പാക്കി വിജയിച്ച ഒരു പദ്ധതി. 2 പദ്ധതികളാണ്. മൂന്നും ഇസ്രായേലിൽ നടപ്പിലാക്കിയതല്ലേ? പക്ഷെ ഞാനത് എഴുതി വെച്ചിരിക്കുന്നത് 2 എണ്ണം ഇസ്രായേല്, അത് 3 ഇസ്രായേലിന്റെ ആണ്, പക്ഷെ 2 എണ്ണം വിജയിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തേത് വാട്സപ്പ് ചാറ്റ് ബോട്ട് ആണ്. അതായത് നമുക്ക് വാട്സപ്പുകൾ വഴി ഒരുപാട് ലിങ്കുകൾ ഷെയർ ചെയ്ത് വരാറുണ്ട് അല്ലേ? ഇപ്പം പോലീസ് തന്നെ പറയത്തില്ലേ, അറിയാത്ത ലിങ്കുകളിൽ ടച്ച് ചെയ്യരുത്, അത് തട്ടിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വരാറുണ്ട്. അപ്പൊ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഏത് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്താലാണ് തട്ടിപ്പിന് ഇരയാവുക എന്നറിയില്ല. അപ്പൊ വാട്സപ്പ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന സംവിധാനം വരുമ്പോഴത്തേക്ക് ലിങ്കുകൾ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് അതിന് നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ അപകടകരമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചുവപ്പാണെങ്കിൽ അത് അപായകരമാണ്, അപകടകരമാണെന്നും, നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ പച്ച നിറം ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമാണെന്നും, ഓറഞ്ച് ആണെങ്കിൽ ശ്രദ്ധിക്കണമെന്നും, കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ലിങ്ക് ആണ് എന്നും ഉള്ള ഒരു സൂചന നമുക്ക് കിട്ടുമെന്നാണ്. ഇതുവഴി സൈബർ കുറ്റകൃത്യങ്ങൾ കുറച്ചുകൂടി നിയന്ത്രിക്കാനാകുമെന്ന്. പിന്നെ ഇപ്പം നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തെ ഒരു സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടല്ലോ, മറ്റേ കോവിഡിന്റെ സമയത്തുള്ളതുപോലെ ഇപ്പോഴും ഉണ്ട്. അതെ. ഇപ്പോ സുരക്ഷാ മുന്നറിയിപ്പുണ്ട്. ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം ഈ തട്ടിപ്പുകളും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളോട് ചോദിക്കാം, സുരക്ഷിതമായി ഇരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നോ, അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം. അതായത് പുതുവർഷത്തിലെ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിരുന്നു, അത് ഗുണകരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലരും അറിവില്ലായ്മ മൂലം പല ലിങ്കുകൾ ഷെയർ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതെല്ലാം ടച്ച് ചെയ്ത് ലിങ്കുകൾ വഴി കയറാറുണ്ട്. ഈ സമയത്ത് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയി അക്കൗണ്ടിലെ പൈസകൾ പോവുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗാലറി ഫുള്ളായിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ മോർഫിങ്ങിലോട്ടൊക്കെ പോകും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതിരിക്കാൻ ഈ പറയുന്ന വാട്സപ്പ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നാൽ നമുക്ക് അതുകൊണ്ട് സഹായകരമാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ ലഹരി ഉപയോഗ വിരുദ്ധ പദ്ധതി ഉണ്ടായിരുന്നു. ആ ദിവസം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. വിമുക്തി നേർവഴി, അത് രണ്ടും എക്സൈസിന്റെ ആയിരുന്നു. ലഹരി ഉപയോഗ വിരുദ്ധ പരിപാടി വിമുക്തി നേർവഴി അന്ന് അത് ഇതും കൂടെ കൊടുത്തിരുന്നു. വിമുക്തി നേർവഴി എക്സൈസിന്റെയും യോദ്ധാവും ചിരിയും പോലീസിന്റെയും ദിശ ആരോഗ്യ വകുപ്പിന്റെയും. ഇതെല്ലാം മുൻപേ ഉള്ള പദ്ധതികളാണ്. യോദ്ധാവ് മുമ്പേ ഉണ്ട്, ചിരിയുണ്ട്. അഞ്ജലി ടീച്ചർ എന്താ പറയാൻ വന്നേ? എനിക്ക് വിൻസീന ടീച്ചർ അയച്ചു തരുന്ന ഒരു PDF ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഡേഞ്ചർ എന്നും പറഞ്ഞാ വരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞ അറിയാമെന്നാണല്ലേ, കുഴപ്പമില്ല. അത് എനിക്കും വരും ടീച്ചറെ. അങ്ങനെ അയച്ചു തരുമ്പോ എന്തോ അങ്ങനെ വരുന്നേ. പിന്നെ അന്നേരം ഓപ്പൺ ആവും. ഞാൻ പിന്നെ വിൻസീന ടീച്ചറിനെ അറിയാവുന്നതുകൊണ്ട് അങ്ങ് ഡേഞ്ചർ ആണെങ്കിലും കുഴപ്പമില്ല ഓപ്പൺ ചെയ്യും. ഒന്നും അറിയാത്തോണ്ടാ. വിൻസീന ടീച്ചർ ഫുൾ ഉടായിപ്പാ. അതെങ്ങനെ അല്ലാതിരിക്കുന്ന എന്ത് പറ്റിയാലും രക്ഷിക്കാൻ ഒരാളുണ്ട്. അതുകൊണ്ട് അതെ രക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുന്നു. എന്താവും എന്തോ. അപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നേ. നമ്മുടെ സ്കൂളിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, സ്കൂളിന്റെ ചുറ്റുപാടില് ലഹരി പദാർത്ഥം വിൽക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതെ. അപ്പൊ അതിന് എക്സൈസിന്റെ സഹായം നമുക്ക് തേടാം. അപ്പൊ അതിനുള്ള യോദ്ധാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതായത് പിന്നെ ടീച്ചേഴ്സ് എക്സൈസും കൂടി തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത്, എന്ത് കാര്യമുണ്ടെങ്കിലും എക്സൈസിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് അറിയിക്കുക. ഇപ്പം ഏത് സ്കൂളാണെന്നോ ഏത് കുട്ടികളാണ് എന്നോ ഉള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വിടാതെ അവർ കൃത്യമായി അത് ഹാൻഡിൽ ചെയ്യും. വേണ്ട കൗൺസിലിംഗ് വേണമെങ്കിൽ അതും കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്നേ പറയാൻ പറ്റൂ. എനിക്കുണ്ടായ ചൈൽഡ് ലൈനിന്റെ ഒരു നമ്പറും കൂടെ ഉണ്ട്, 1091. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടാണോ ടീച്ചർ? ആ ന്യൂസ് ഒന്ന് ഗ്രൂപ്പില് ഇട്ടേക്കണേ. 1098. നമുക്കൊരു നോക്കട്ടെ.
ഇനി ഇനി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് ആയിട്ടുള്ളവരെ മാത്രം വേറെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഉടനെ മാറ്റും. നിങ്ങൾ പുറകോട്ട് പോയാൽ നിങ്ങളും അതിനകത്ത് നിന്ന് ഔട്ടാവും. 100 ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കണമെന്നല്ലേ ഉള്ളൂ. ആരൊക്കെ ആക്റ്റീവ് ആണോ അവരെ മാത്രം നിലനിർത്തി ഒരു ഗ്രൂപ്പ്. അപ്പൊ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അഖില ടീച്ചറെ, സിറ്റുവേഷൻസ് മനസ്സിലാക്കി ഒരു ചെറിയ എക്സ്ക്യൂസ് തന്നതാണ്. വേഗം അത് തീർത്ത് റെഡി ആക്കിക്കോണം. ഇനി ഓക്കെ ആയിക്കോളാം. പിന്നെ ടീച്ചറെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്ര? 1098. 98 അല്ലേ? 1098. ഓക്കെ. അപ്പോ ഈ യോദ്ധാവിന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ എക്സൈസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു കാര്യവും ഉണ്ട്. നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളപ്പോൾ വരാം എന്ന് പറഞ്ഞ് പിന്നീട് വരാതെ അവർക്ക് അവരുടെ തിരക്കുകൾ കാരണം അപ്പൊ വേണ്ട രീതിയിൽ ഇപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ബാക്കി കൂടുതൽ കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. അതിനകത്ത് അധ്യാപകരും രക്ഷിതാക്കളും കൂടി നിന്ന് ഒന്നിച്ച് മുന്നോട്ട് പോയാൽ, പ്രവർത്തിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനാകും. അതുപോലെ തന്നെ സ്കൂൾ പരിസരത്തുള്ള ലഹരി വിൽക്കുന്ന കടകളുണ്ടെങ്കിൽ നിരന്തരം അവിടെ പരിശോധനയ്ക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ജനകീയ കമ്മിറ്റി നമുക്ക് രൂപീകരിക്കാം. അതൊക്കെ നമ്മുടെ ആശയങ്ങളാണ്, നമുക്കത് പറയാം. അതായത് സ്കൂൾ PTA പിന്നെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തൽപരരായ പൊതുജനങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി ഒരു ജനകീയ മുന്നേറ്റം, ഒരു ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതുപോലെ ലഹരി വിൽക്കപ്പെടുന്ന കടകളുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കൃത്യമായി കൈമാറുകയും കുട്ടികളെ കൂട്ടം കൂടി നിൽക്കാനുള്ള അവസരങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട്, അതായത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഒഴിഞ്ഞ കോണുകളിലേക്ക് കുട്ടികൾ പോകും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൃത്യമായ പൊതുജനങ്ങളുടെ സമ്പർക്കം ഉണ്ടാക്കിയെടുക്കുക. ആ പ്രദേശങ്ങളിൽ എപ്പോഴും പൊതുജനങ്ങൾ അവിടേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ പരിശോധിക്കുന്നു എന്ന് കണ്ടാൽ ഈ ലഹരി മാഫിയയ്ക്ക് വരാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പിങ്ക് പോലീസിന്റെ സാന്നിധ്യം കൊണ്ടുവന്നാലും കുറച്ച് നല്ലതായിരിക്കും. അതെ, എല്ലാ സ്കൂളുകളും വിടുമ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പിങ്ക് പോലീസിന്റെയും സേവനം നമുക്ക് ഉറപ്പാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാല്, ഞങ്ങളുടെ പ്രദേശത്തിന്റെ ഒരു അനുഭവം പറഞ്ഞാല്, എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ചിറയാണ്. ഇപ്പൊ അവിടെ മുൻപുള്ള പണ്ട് കാലങ്ങളിൽ ചിറയുടെ പരിസരത്തേക്ക് പോവാന്ന് പറഞ്ഞാലേ അങ്ങ് പോയി തീർന്നു എന്നുള്ള ഒരു രീതിയിൽ കണക്കാക്കുന്ന ആളുകളായിരുന്നു. മോശമായ ഒരു സ്ഥലം, അതായത് ആളുകൾക്ക് മദ്യപിക്കാനും കൂട്ടം കൂടിയിരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം ആയിട്ട് അങ്ങനെ കണക്കാക്കിയിരുന്നതാണ്. എന്നാൽ അത് നവീകരണ പ്രവർത്തനങ്ങളും കൂടി വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് സ്ഥിരം അവിടെ ഇറങ്ങിയിരിക്കാൻ തുടങ്ങി. ഇപ്പം സ്ത്രീകളും കൂടി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നീട് അത് കുടുംബങ്ങൾ ഇറങ്ങാൻ തുടങ്ങി, കുടുംബങ്ങളായിട്ട്. അപ്പൊ ഇപ്പോ ഇവിടെ എന്ന് വെച്ചാൽ ഒരു വീട് പോലെയാണ്. ആ ചിറയുടെ ചുറ്റും എന്ന് പറഞ്ഞാല് പലയിടത്തു നിന്നായിട്ട് ആളുകൾ വരുന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലിംഗസമത്വത്തോടു കൂടി ഒന്നിച്ചിരിക്കാനുള്ള ഒരു ഇടമായിട്ട് അതങ്ങ് മാറി. അവിടെ അതിന്റെ ആ ഒരു പോസിറ്റിവിറ്റി കാരണം ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് വരെ അത് മുന്നോട്ട് പോയി. ഇങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന് വേണ്ടി വരുന്ന ആളുകൾ കുറഞ്ഞു. ഫാമിലി ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്ത് വരില്ല, സാമൂഹ്യ വിരുദ്ധർ വരുമോ? അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ പറയുന്ന തിരുവനന്തപുരത്തൊക്കെ നമ്മള് രാത്രി യാത്രകൾക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയില്ലേ? കണ്ടില്ലായിരുന്നോ? എന്തുവായിരുന്നു അതിന്? എന്തോ ഒരു പ്രത്യേക മാനവീയം വീതി, അതാണോ ടീച്ചർ പറഞ്ഞത്? അതെ, മാനവീയം അല്ലേ? മാനവീയം വീതി അല്ലേ? അതോ അതെ അതെ അതെ, ഒന്നും കൂടി നോക്കാം. അപ്പൊ അങ്ങനെ അത് വന്നപ്പോഴത്തേക്ക് ആദ്യം ആളുകൾ ഇതൊക്കെ എന്താണ്, സ്ത്രീകളെയൊക്കെ പുറത്തിറക്കണം, എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ സംസാരിച്ചവരും ഉണ്ട്. പക്ഷെ എവിടെ സ്ത്രീകളും കൂടി പുറത്തിറങ്ങുന്നോ, എവിടെ കുടുംബങ്ങൾ പുറത്തിറങ്ങുന്നോ അവിടെ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഞങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നേരം വൈകി ഇപ്പൊ ഇരിക്കാറുണ്ട്. ആദ്യമൊക്കെ 6 മണി 6:30 ഇങ്ങനെ ടൈം നോക്കിയിട്ട് അയ്യോ ആളുകൾ എന്ത് പറയുന്നു പറഞ്ഞാൽ ഓടി തിരിച്ചു കയറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എപ്പോ തോന്നുന്നു അതുവരെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, കയറി വരുന്നു. ആളുകൾ തമ്മിലും നല്ല ഒരു ബോണ്ടിങ് ആയി. ഈ പ്രദേശത്ത് ഈ പറയുന്ന യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പൊ ഇത് ജനകീയ കൂട്ടായ്മയാണ്. അപ്പൊ നമുക്കിത് പറയാം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാം? പൊതുജനങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെട്ടാല്, അധ്യാപകരൊന്ന് ഇറങ്ങിയാല് തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ.
അപ്പം ഇതുപോലുള്ള ഒറ്റപ്പെട്ട ഇടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഇടങ്ങൾ ഇല്ലാതാക്കുക, അവിടെ ജനസമ്പർക്കം ഉണ്ടാക്കിയെടുക്കുക. ഇതിലൂടെ നമുക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇനി അതുപോലെ നമ്മൾ രണ്ടാമത്തെ പദ്ധതി, ഒന്ന് നമ്മൾ സൈബർ എന്താണ് വാട്സപ്പ് ലിങ്കിന്റെ കാര്യം പറഞ്ഞു, അല്ലെ ചാറ്റ് ബോട്ടിന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തത് അക്കൗണ്ട് സ്കാനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകുമ്പോഴാണല്ലോ അത് തട്ടിപ്പാവുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് വിശ്വാസയോഗ്യമല്ലാത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴാണ് അത് തട്ടിപ്പാവുന്നത്, അല്ലെ, സാമ്പത്തിക തട്ടിപ്പ്. അപ്പൊ അങ്ങനെ ആകുന്നതിന് മുമ്പ് പിന്നെ ഇങ്ങനെയുള്ള, അതായത് ഈ തട്ടിപ്പ് നടത്തുന്നവര് പുത്തൻ അക്കൗണ്ടുകളായിരിക്കും ഉപയോഗിക്കുക. 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ അക്കൗണ്ടിലേക്ക് പണം ഇടൂ എന്നാണ് പറയാറ്. സംഭവം മനസ്സിലായില്ല? ഓൺലൈൻ ലോട്ടറി അല്ലെങ്കിൽ ഗെയിമിങ്ങുകളൊക്കെ വഴിയില് ലക്ഷങ്ങൾ നിങ്ങൾ ബമ്പർ അടിച്ചു, അതിന് മുന്നോടിയായിട്ട് ഒരു 25,000 അയച്ചതാ എന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ ഇത് വിശ്വസിച്ച ആളുകൾ അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെ ആ അയച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ പണം ഇടുന്നത് ആ അക്കൗണ്ട് പുത്തൻ അക്കൗണ്ട് ആയിരിക്കും. 1 മാസത്തിനുള്ളിലൊക്കെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയിരിക്കും അവർ ഉപയോഗിക്കുക. വർഷങ്ങളായി ഉപയോഗിക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ ആളെ പിടിക്കില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പുത്തൻ അക്കൗണ്ടുകളാണെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് പണം ഇടാൻ പോയാലും അതിന്റെ ഇൻഫർമേഷൻ വരുന്ന ഒരു സംവിധാനമാണ് അക്കൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. ഇത് പുതിയ അക്കൗണ്ട് ആണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. സമീപകാലത്ത് മാത്രം തുടങ്ങിയതാണ്. അതിന്റെ KYC ശക്തമല്ല എന്നൊരു അറിയിപ്പ്, അതായത് അത് എന്താണ് സേഫ് അല്ല എന്ന രീതിയിലുള്ള അറിയിപ്പ് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ അക്കൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. പിന്നെ വന്നത് ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ് എന്നുള്ള ഒരു സംവിധാനമാണ്. അതായത് നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്, മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടാവും, നമ്മുടെ സേഫ് ആയിട്ടുള്ള ഉപകരണങ്ങൾ. അതിൽ നിന്നല്ലാതെ മറ്റൊന്നിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ മുന്നറിയിപ്പ് വരുന്നതാണ് ഈ പറയുന്ന ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. അത് നമ്മളുടെ അതായത് നമ്മുടെ ജിമെയിലുമായിട്ടും എല്ലാം ഈ ഒരു സംവിധാനം ഉണ്ട്. നമുക്ക് ചിലപ്പോൾ മെസ്സേജുകൾ വരാറുണ്ട്. നമ്മൾ 2 ടൈം വെരിഫിക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോഴേ കുറച്ചുകൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ മെയിലിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരാറുണ്ട്, ഇന്ന അക്കൗണ്ടിൽ നിന്ന് ഇന്ന സമയത്ത് ഇന്ന ഇടത്ത് നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളാണോ എന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജസ് വരാറില്ലേ? അതേപോലെ ഒരു സംവിധാനം മറ്റൊരു പുതുതായി ഒരു ഫോണിൽ നിന്നൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ അറിയിപ്പ് കിട്ടുന്നതാണത് കേട്ടോ. ഇനി നമുക്ക് ഈ പുത്തൻ പത്രത്തിൽ വന്ന ഏറ്റവും നമ്മളെ അതായത് നമുക്ക് അനുഗ്രഹം എന്ന് തോന്നാൻ സാധ്യതയുള്ള ഒരു കണ്ടെത്തലാണ് ഈ അലിഞ്ഞു ചേരുന്ന പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞത്, അല്ലേ? പ്ലാസ്റ്റിക് മാലിന്യത്തെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് പല പദ്ധതികളും കൊണ്ടുവന്നു, അപ്പൊ ഒന്നും നടക്കുന്നില്ല. അപ്പൊ പുതിയ ഒരു സംവിധാനം, ഒരു 100% സാധ്യതയുള്ള കുറച്ച് പരീക്ഷണങ്ങളുടെ പേരുകളാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതാണ് ഈ അലിഞ്ഞു ചേരും പ്ലാസ്റ്റിക് എന്നുള്ളത്. അതായത് പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായ പോരാട്ടം പ്രകൃതിയിൽ ദ്രവിച്ചു ചേരുന്ന പ്ലാസ്റ്റിക്കുകളുടെ വികസനത്തോടെ ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ദ്രവിച്ചു ചേരുന്ന പ്ലാസ്റ്റിക്കുകൾ നിർമ്മിച്ചാൽ പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതിന് ഗുണങ്ങളുണ്ട്, അല്ലേ? അപ്പൊ ആ ഗുണങ്ങൾ കണക്കാക്കിക്കൊണ്ട് ദ്രവിച്ചു ചേരുന്ന പ്ലാസ്റ്റിക്കുകൾ എന്ന ആശയത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളുണ്ട്. അത് കൃത്യമായിട്ട് ആ വാർത്തകൾ ഒന്ന് നോക്കണം. അതിനകത്ത് നമ്മൾ നവംബറിലാണെന്ന് തോന്നുന്നു വിത്ത് മുളപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിരുന്നു. 2025 ആയപ്പോ എന്ത് ചെയ്തു? അത് വിജയിച്ചു. 2 ഇല വന്നു. അതെ, ഇതൊക്കെ വളരെ പ്രതീക്ഷയായിരുന്നു. ഒരു 2 ഇല വന്നതിന് എന്താന്നല്ല, വളരെ പ്രതീക്ഷ തരുന്നതാണ്. കാരണം ഭൂമിക്ക് അപ്പുറം ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു സാധ്യതയാണ് ഇതൊക്കെ, അല്ലേ? അതുപോലെ ബഹിരാകാശ യാത്രികർക്ക് ഭക്ഷണത്തിനുള്ള പിന്നെ ഒരു സാധ്യതയാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി, ബഹിരാകാശം എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ശബ്ദം പോകുന്നു. ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. മൈക്ക് യൂസ് ചെയ്താ ഇത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരുമോ? മൈക്ക് ഇന്ന് വർക്ക് ചെയ്യുന്നില്ല, അത് ഓഫായി.
എല്ലാം കൊണ്ടും പണിയാണ്. കുഞ്ഞിന് പെട്ടെന്ന് വൊമിറ്റിംഗ് വന്നപ്പോഴത്തേക്ക് പകുതി ഇതങ്ങ് പോയി. ആള് മാണ്ട ഉറക്കമാണ്. പിന്നെ നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും മാറ്റാൻ എനിക്കത് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റാത്തത്. ഇനി ടീച്ചർ ഞാൻ ഒരൊറ്റ സെക്കൻഡ് കേൾക്കോളാമേ, കട്ട് ചെയ്യൂല. ഓക്കെ ടീച്ചർ. ഇനി നമുക്ക് പിയാഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ സെക്ഷൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 14 മുതലുള്ളത് അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വെക്കാം ഇതുപോലെ. പിയാഷയുടെ ആശയം നമ്മുടെ DLEDന്റെ ടെക്സ്റ്റിൽ തുടങ്ങുന്നത് തന്നെ ഒരു എക്സാമ്പിൾ തന്നുകൊണ്ടാണ്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ എക്സാമ്പിൾ അല്ലേ? മണ്ണുമാന്തി യന്ത്രം ആദ്യമായിട്ട് കാണുന്ന കുട്ടി അതിനെ കണ്ടിട്ട് അത്ഭുതത്തോടു കൂടി നിന്ന് ആനവണ്ടി എന്ന് പറയുന്നു അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് പിയാഷെ വ്യക്തമാക്കുന്നുണ്ട്. ആ പിയാഷയെ വ്യക്തമാക്കിയ ആ ആശയങ്ങളെ ഒന്ന് കോർത്തിണക്കി ഒന്ന് സംസാരിക്കണം. എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഒരു കുട്ടി കുട്ടികൾക്ക് അറിയാത്തതായിട്ട് യാതൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മനസ്സിലാവും, അമ്മമാർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ഇപ്പം ഞാൻ ഉൾപ്പെടെ 3 അമ്മമാരും 3 പേര് പിന്നെ അമ്മമാരാവാത്തവരാണ് അല്ലെ, അനുഭവങ്ങളില്ലാത്തവരാണ്. എന്നാലും കുട്ടികളെ പഠിപ്പിച്ചും പിന്നെ അടുത്ത ബന്ധുക്കളുടെ ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളവരും ഒക്കെയാണ്. നിങ്ങളെ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്ത് സാധനത്തെ കുറിച്ച് ചോദിച്ചാലും അവർക്ക് ഉത്തരം കാണും. അവർക്ക് അറിയാത്ത ഒരു സാധനം കാണിച്ചിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ അവരതിനെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറയും. എൻ്റെ മോൻ അറിയാത്ത എല്ലാ സാധനവും കമ്പത്തോടെന്നൊരു വാക്ക് വെച്ചിട്ടാണ് അവൻ കണക്ട് ചെയ്യുന്നത്. അത് ഒരു കമ്പത്തോട് ഇങ്ങനെ പറയുമായിരുന്നു. അത് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, അവൻ ഉണ്ടാക്കിയ ഒരു വേർഡാണത്. അപ്പോൾ അതുപോലെ അവർക്ക് അറിയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പിയാഷയും പറഞ്ഞത്, ആദ്യമായിട്ട് മണ്ണുമാന്തി യന്ത്രം കാണുന്ന കുട്ടി അതിനെ കണ്ടിട്ട് ആനവണ്ടി എന്ന് പറയുന്നു. അത്ഭുതത്തോടു കൂടി ആനവണ്ടി കണ്ടു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കുട്ടി അതിനെ ആനവണ്ടി എന്ന് പറയുന്നത്? അതിന്റെ പിന്നിൽ കുറച്ച് തത്വങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് വിശദമാക്കണം. ആരാ പറയുന്നേ? അഞ്ജലി ടീച്ചർ പറ. ആ ആനവണ്ടിയിൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. പിയാഷ വർക്ക് ചെയ്യണമെന്ന് പറയായിരുന്നു. പിയാഷയുടെ ആശയങ്ങളെല്ലാം എഴുതി വെക്കണമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നോ? വൈഗോട്സ്കി, പിയാഷെ എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ജൻ ടീച്ചർ അവിടെ മേളിൽ തപ്പിക്കൊണ്ടിരിക്കുക. എന്ത് വായിച്ചു നോക്കുന്നുണ്ട്? DLED ടീച്ചറെ ആനവണ്ടി, അതാ ഞാൻ കാണുന്നത്. ഏതിനകത്ത്? DLEDന്റെ ഇല്ലയോ ഞാൻ മെറ്റീരിയൽ ഷെയർ ചെയ്തേ? ഞാൻ DLEDന്റെ നോക്കി, കയ്യിലുണ്ടായോണ്ട് അതെടുത്തില്ല. മറ്റേത് നോക്കണം. DLEDനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അല്ലേ DLEDന്റെ പുസ്തകമാണ്. നമ്മുടെ മധുസാറൊക്കെ അല്ലേ അത് തയ്യാറാക്കിയ DLEDന്റെ ടെക്സ്റ്റുകൾ. സാറൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത്. സാറിന്റെ ഒക്കെ സംഭാവനകളുണ്ട്. നല്ല പുസ്തകമാണ്. അപ്പൊ അഞ്ജൻ ടീച്ചറിനെ ഓർക്കാൻ പറ്റുന്നോ? ടീച്ചറെ സ്വാംശീകരണവും സംസ്ഥാപനവും കണക്ട് ചെയ്ത് പറയാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പറ. അതായത് കുട്ടിയുടെ ഉള്ളില് വൈജ്ഞാനിക ഘടനയായ സ്കീമും ഉണ്ട്. അപ്പൊ ആനയെ കണ്ടുള്ള പരിചയം കുട്ടിക്കുണ്ട്. അപ്പൊ ആനയുടെ രൂപം എന്ന് പറയുമ്പോൾ അതിന് 4 കാലുണ്ട്, ഒരു തുമ്പിക്കൈയുണ്ട്. അപ്പൊ തുമ്പിക്കൈ എന്നുള്ളത് കുട്ടിയുടെ മനസ്സിലുണ്ട്. അപ്പൊ അതാണ് കുട്ടിയുടെ മനസ്സിലുള്ള സ്വാംശീകരണം. അപ്പൊ പെട്ടെന്ന് അത് മണ്ണുമാന്തി യന്ത്രത്തിനെ കാണുന്ന സമയത്ത് കുട്ടി ആ തുമ്പിക്കൈയുമായിട്ട് കണക്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്ന കുട്ടി അത് മണ്ണുമാന്തി യന്ത്രമാണെന്ന് പറയുന്നത്. പിന്നെയാണ് കുട്ടി അത് മാന്തി യന്ത്രമല്ല, ഇത് JCB ആണ്, ഇതൊരു വാഹനമാണെന്ന്. അവിടെ നടക്കുന്നതാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. അതായത് കുട്ടിയിലൊരു അസന്തുലിതാവസ്ഥ, മണ്ണുമാന്തി യന്ത്രം. അപ്പൊ അവിടെ ഒരു അസന്തുലിതാവസ്ഥ കുട്ടിയിൽ ഉണ്ടായി. അപ്പൊ പുതിയൊരു സ്കീം അവിടെ ഡെവലപ്പ് ചെയ്ത് വികസിക്കുകയോ, ഉണ്ടായിരുന്ന സ്കീമിൽ തിരുത്തൽ വരുത്തി കുട്ടി പുതിയൊരു അറിവിനെ ആ നേരത്തെ ഉള്ള അറിവിനോടൊപ്പം കൂട്ടിച്ചേർത്തു. അതിനെയാണ് സന്തുലീകരണം. അതായത് ഈ സ്വാംശീകരണം, സംസ്ഥാപനം, ഈ 2 പ്രക്രിയകൾ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ സന്തുലീകരണം എന്ന് പറയുന്നത്. അനുരൂപീകരണം, രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ അനുരൂപീകരണം.
പറഞ്ഞോ, ബിൻസിൻ ടീച്ചർ പറഞ്ഞോ. ഇത് തന്നെ, ഇതേ വേറൊരു ഉദാഹരണവും ഞാൻ കണ്ടെത്തി വെച്ചിരുന്നത്. അത് കുട്ടികള് പക്ഷികളെ അല്ലെങ്കിൽ കിളികളെ അവർക്ക് പരിചിതമായ ഒരു വസ്തുവാണ്. ആ വസ്തു കുറച്ച് കഴിയുമ്പോൾ അത് അവരുടെ ഉള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ പരിസരത്ത് നിന്ന് ആർജിച്ച ഒരു സ്കീമയാണ്. ആ സ്കീമ എന്ന് പറഞ്ഞാൽ അതിനെ സാംശീകരിച്ച് വെച്ചേക്കുക. അത് കഴിഞ്ഞ് ഒരു വിമാനം കാണുമ്പോൾ കുട്ടി ആദ്യം പറയുന്നത് അത് പക്ഷിയാണെന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഉള്ള സ്കീമയെ കുറച്ചുകൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നു. അത് പക്ഷിയല്ല, അതിന് ജീവനില്ല, അത് ഓടിക്കുന്ന ഒരാളാണ്, അതിൽ ആളുകൾ കയറുന്നു, അത് യന്ത്രമാണ് എന്നുള്ള രീതിയിൽ അവരെ കുഞ്ഞിനെ കുറച്ച് ആ ഉള്ള അറിവിൽ കുറച്ച് മാറ്റം വരുത്തി കൊടുക്കുന്നു. അവിടെ വണ്ടിയാണെന്നൊരു തോന്നല് വരാം, പക്ഷി വണ്ടി എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതായത് വാഹനങ്ങളെ കുറിച്ച് അറിയാം, പക്ഷിയെ കുറിച്ചും അറിയാം. അപ്പൊ അതിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറയാനൊരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പിന്നീട് ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് നമ്മൾ അവൻ സ്വാംശീകരിച്ച അറിവിനെ നമ്മൾ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതെ. അങ്ങനെ ഒരു ടെക്സ്റ്റിലെ പൂച്ചയും കീരിയല്ലേ വേറെ സ്ഥലത്ത് മണ്ണുമാന്തി എന്തോ ടീച്ചറെ? DLEDന്റെ ടെക്സ്റ്റ് ബുക്കിലെ പൂച്ചയും കീരിയല്ലേ പറഞ്ഞേക്കുന്നത്? അതെന്തുവായിരുന്നു? അത് ഞാൻ കണ്ടില്ലല്ലോ, പറഞ്ഞോ. അതായത് പൂച്ചയെ കാണുന്ന കുട്ടി പിന്നെ കീരിയെ കാണുന്ന സമയത്ത് കുട്ടി പൂച്ചയെന്ന് പറയുന്നു. ഈ കാര്യം തന്നെ തിരിഞ്ഞു പോകുന്ന രീതിയിൽ പറയുന്നതായിട്ടോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല ടീച്ചറെ. പഠനവുമായി ഞാൻ ഇതാ കണ്ട. ഞാനും ഇനി വേറെ ഉണ്ടോ എന്തോ മെറ്റീരിയൽ. അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനെ ക്രോഡീകരിച്ച് ഇങ്ങനെ പറയാം. മണ്ണുമാന്തി യന്ത്രം കാണുന്ന കുട്ടി അതിനെ ആനവണ്ടി എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടിക്ക് വണ്ടികളെ കുറിച്ച് ധാരണയുണ്ട്. അതുപോലെ ആന എന്ന് പറയുന്ന മൃഗത്തിന്റെ പ്രത്യേകതയും കുട്ടിക്കറിയാം. അവൻ അന്ന് വരെ കണ്ടിട്ടുള്ള വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെയാണ് അവൻ പുതുതായി ഇപ്പോൾ കണ്ടത്. അതൊരു വാഹനമാണെന്ന് അവന് അറിയാം. പക്ഷെ അതിന് മറ്റു വാഹനങ്ങളുമായിട്ട് ബന്ധവുമില്ല. അതായത് അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു എന്തുണ്ട്, മണ്ണുമാന്തി യന്ത്രത്തിനൊരു എന്താണ്, യന്ത്രക്കൈയുണ്ട്, അല്ലെ? യന്ത്രക്കൈയുണ്ട്. അപ്പൊ ആ യന്ത്രക്കൈയെ അവൻ അറിയാവുന്ന ആനയ്ക്കാണ് തുമ്പിക്കൈ ഉള്ളത്. അതുമായിട്ട് അവൻ താരതമ്യപ്പെടുത്തി അതിനെ ആനവണ്ടി എന്ന് പറയുന്നു. അതായത് കുട്ടിയിൽ ആദ്യമേ ഉള്ള സ്കീമകളെ അവൻ എന്ത് ചെയ്തു, യോജിപ്പിച്ച് അതിനെ സംയോജിപ്പിച്ചാണ് അവൻ ഇവിടെ പുതിയ ഒരു വാക്ക്, അതായത് അവന്റെ മനസ്സിലുണ്ടായ അസന്തുലിതാവസ്ഥയെ അവൻ എങ്ങനെയെങ്കിലും സന്തുലിതാവസ്ഥയിലേക്ക് ആക്കണം. അതിനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അവൻ ആനവണ്ടി എന്ന പദം അവിടെ ഉപയോഗിച്ചത്. അതിനുശേഷം അച്ഛനോ അല്ലെങ്കിൽ മുതിർന്നവരോ ഇത് ആനവണ്ടി അല്ല, ഇത് മണ്ണുമാന്തി യന്ത്രമാണ് എന്ന് പറയുമ്പോൾ അവിടെയും സ്വാംശീകരണം തന്നെയാണ്. അതായത് പുതിയ വാക്കിനെ അവൻ എന്ത് ചെയ്യുന്നു, അവന്റെ സ്കീമയിലേക്ക് സ്വാംശീകരിക്കുന്നു. സ്വാംശീകരിച്ച ശേഷം അവൻ ആദ്യം ഉണ്ടാക്കിയ വാക്കിനെ മാറ്റി പ്രതിഷ്ഠിക്കുമ്പോഴാണ് അവിടെ സംസ്ഥാപനം വരുന്നത്. അതായത് ആനവണ്ടി എന്ന ടേമിന് പകരം അവൻ അവിടെ മണ്ണുമാന്തി യന്ത്രം എന്ന വാക്ക് അവൻ അവിടെ ഉൾക്കൊണ്ട് അതിനെ ഉറപ്പിക്കുന്നു. ഇവിടെ സംസ്ഥാപനം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് നമുക്ക് കുറേം കൂടി, അതായത് അക്കോമഡേഷൻ, ഞാനിങ്ങനെ അത് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയും, നമ്മളൊരു റൂമിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയാറുണ്ട്, അല്ലെ? അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയത്തില്ലേ ഹോസ്റ്റലില്. അപ്പൊ ഒരാളെ പുതുതായിട്ട് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ആ റൂമിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അതായത് ഇവിടെ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ സ്കീമുകളാണ്, അല്ലെ? റൂമിലെ വസ്തുക്കൾ. ആ സ്കീമുകളിൽ മാറ്റങ്ങൾ വരുത്തിയാലേ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ, ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റും. അങ്ങനെ പുതിയ ഒന്നിനെ മാറ്റി പ്ലേസ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അങ്ങനെ പുനഃക്രമീകരണം നടത്തി പുത്തൻ ഒരു സ്കീമയായിട്ട് അതിനെ സംസ്ഥാപനം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുകളുണ്ട്, അവൻ ഗവേഷകനും അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്നവനുമാണ്. ഇതാരുടെ വാക്കുകളാ? പിയാഷെ. കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചതും പിയാഷെയാണ്, അല്ലെ? ഗവേഷകൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചതും പിയാഷെയാണ്. അപ്പൊ കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, അവനിൽ ധാരാളം മുന്നറിവുകളുണ്ട്, അവൻ ഗവേഷകനും അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്ന ആളുമാണ് എന്ന് പിയാഷെ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അഖില ടീച്ചറെ പറയണം, അതിന്റെ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് പറയണം.
യോജിക്കുന്നുണ്ട്. പിയാഷെ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ മുന്നിൽ പ്രസന്റ് ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണം പോലും ഈ മണ്ണ് യന്ത്രത്തിന്റെ കുട്ടി അത് കാണുമ്പോൾ അവനൊന്നും അറിയാതെ എന്താ അച്ഛാ ഇതെന്നല്ലല്ലോ ചോദിക്കുന്നത്. അവനിൽ നേരത്തെ ഉള്ള കാര്യത്തിൽ നിന്നും അവൻ പുതിയൊരു കാര്യം മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഏതൊരു കാര്യം കാണുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യത്തിൽ നിന്നും അവൻ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അവനൊരു ഒഴിഞ്ഞ പാത്രം അല്ല. അതിൽ എന്തൊക്കെയോ ഒരുപാട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ അവൻ ഉള്ള അറിവിൽ നിന്നും മുന്നോട്ട് പോയി കണ്ടെത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവൻ തീർച്ചയായിട്ടും ഒരു ഗവേഷകനും ഒക്കെയാണ്. അതെ അതെ. ഇത് തന്നെയാണ് അതിൽ ടീച്ചർ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് അതിൽ ഇനി കൂടുതൽ നമുക്ക് പറയാനില്ല. അതായത് കുട്ടി ഒരു സെന്റൻസ് കൂടെ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിലെ അറിവുണ്ട്, പക്ഷെ ആ സമയം ഭാഷ ഉപയോഗിക്കുന്നില്ല. കാരണം അറിവുണ്ട് എന്ന് തെളിവെന്ന് പറഞ്ഞ കുഞ്ഞിന് നമ്മൾ ആദ്യമായി പാല് കൊടുക്കുമ്പോൾ അത് സംശയിച്ചൊന്നും നിൽക്കുന്നില്ല, അത് കുടിക്കുന്നുണ്ട്. അതുപോലെ കുറച്ചുകൂടെ ആവുമ്പോൾ നമ്മൾ കൈവിരൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോൾ കുട്ടി വായിൽ വെച്ച് ഉറിഞ്ചാറുണ്ട്, കൈവിരൽ മുറുക്കി പിടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഉള്ളിൽ ഓരോ സ്കീമയുണ്ട്. അപ്പോഴും ഭാഷ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത് വികസിച്ചാണ് ഭാഷയിലേക്ക് വരുന്നത്. അത് പിന്നെ ആ സ്കീമ വളർന്നാണ് വിപുലീകരിച്ച് പരിസരബന്ധിതമായി വികസിച്ച് വരുന്നത്. ബാക്കിയെല്ലാം അതിൽ ടീച്ചർ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ടീച്ചറെ, എനിക്ക് എന്റെ കയ്യിലോട്ട് ആദ്യമായിട്ട് കുഞ്ഞിനെ എനിക്ക് എന്റെ കയ്യിലോട്ട് തരുമ്പോ എനിക്ക് ആദ്യം അതിശയം തോന്നിയൊരു സംഭവം അത്. കുട്ടി കറക്റ്റ് ആയിട്ട് ആ പാല് കുടിക്കുന്നത്, അത് എവിടാണെന്ന് കണ്ടെത്തി കണ്ണും അടച്ചു കുടിച്ചോണ്ടായിരിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ അന്നേരം ചിന്തിച്ചു, ഇത് എങ്ങനെ പറ്റുന്നുണ്ടെന്ന്. ആദ്യമായിട്ട് പിന്നെ കുഞ്ഞു പാല് കുടിക്കുമ്പോ അതെങ്ങനെയാണ് അവനത് വലിച്ച് സക്ക് ചെയ്തെടുക്കാനും ഒക്കെയുള്ള ആ ഒരു അറിവ്, അത് എവിടാന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് അല്ലെ. പിന്നെ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്ന ഒരു ഘട്ടം അതാണ്. കുഞ്ഞിന് നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈം ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളതും ഏറ്റവും മിസ് ചെയ്യുന്നതും ഇനി അങ്ങനെ ഒരു അവസ്ഥയാണ് ഏറ്റവും മിസ് ചെയ്യുന്നത്. നമ്മള് കുഞ്ഞുങ്ങളൊരു അത്ഭുതമാണെന്ന്. ഇനി അവസരമുണ്ട്, മിസ് ചെയ്യൊന്നും വേണ്ട. സോറി ടീച്ചറെ, താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ? ഞാൻ ഇന്നാളെ പ്രകോപിക്ക സ്ക്രൂ കയറ്റി കൊടുത്തായിരുന്നു, എന്നിട്ട് വഴങ്ങുന്നില്ല. ഉള്ള ആള് നന്നായിട്ട് വളരട്ടെ. ഇനി ഒരാളെയും കൂടെ നമുക്ക് എന്താ നമ്മളൊന്ന് തയ്യാറാവണമല്ലോ, മെന്റലി പ്രിപ്പയർഡ് ആവണം, അവൻ തയ്യാറാവണം ആക്സെപ്റ്റ് ചെയ്യാൻ. എന്നിട്ടൊക്കെ നോക്കാം, അല്ലെങ്കിൽ കിട്ടുമ്പോ കിട്ടട്ടെ അങ്ങനെ. അപ്പോ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവര് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അവര് പഠിപ്പിക്കും. അവരെ നമ്മള് വെറുതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നല്ല, അവരോടൊപ്പം നമ്മളും വളരുകയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാം ശരിയാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന ചില ഘട്ടങ്ങളാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരിലേക്ക് ആശയങ്ങൾ, അവരുടെ ഉള്ളിൽ തന്നെ ആശയങ്ങളുണ്ട്. വിൻസിന്റെ ടീച്ചർ പറഞ്ഞതുപോലെ അത് ഭാഷ വരുമ്പോഴാണ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അത് അടുത്ത ചോദ്യമായിരുന്നു. ഇനിയിപ്പോ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. അതായത് പിന്നെ ഭാഷയുടെ പ്രാധാന്യം ആശയ രൂപീകരണത്തിന് അല്ലെങ്കിൽ വൈജ്ഞാനിക ഘടനയുടെ വികാസത്തിന് ഭാഷ എത്രത്തോളം സഹായകരമാണ് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ പറഞ്ഞതിനകത്തും ആശയങ്ങളുണ്ട്. അതായത് ആശയ വ്യക്തത വരണമെങ്കിലും അത് മറ്റുള്ളവർക്ക് കൈമാറണമെങ്കിലും ഭാഷ വേണം. അതുവഴിയാണ് വൈജ്ഞാനിക ഘടന വികസിക്കുന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കുട്ടിയെ കുറിച്ചാണ് ഈ പറയുന്നത്. കുട്ടി ഒരിക്കലും ഒഴിഞ്ഞ പാത്രമല്ല. അവൻ അവന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് അവൻ ഒരുപാട് അറിവുകൾ അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവൻ അവന്റെ ചുറ്റുപാടുമായി ഇടപഴകി പ്രകൃതിയുമായി യോജിച്ച് അവൻ കളികളിലൂടെയൊക്കെ നേടിയെടുത്ത, നിരീക്ഷിച്ചെടുത്ത, അവൻ അനുഭവിച്ചെടുത്ത, ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അനുഭവിച്ചെടുത്ത ഒരുപാട് അറിവുകൾ അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ അറിവുകളെ അവൻ പല സന്ദർഭങ്ങളിൽ പ്രയോഗിച്ചു നോക്കുന്നുണ്ട്. പുത്തൻ അസന്തുലിതാവസ്ഥകളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ അറിയുന്ന അറിവ് ഉപയോഗിച്ച് അവൻ അതിനെ പരിഹരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി ഒരിക്കലും ഒഴിഞ്ഞ പാത്രമല്ല. അതുപോലെ അവൻ ഗവേഷകനാണ് എന്ന് പറയുന്നതും ഈ ഒരു സന്ദർഭത്തിലാണ്. അതായത് അവന്റെ ഉള്ളിലേക്ക് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവൻ തന്റെ മുന്നറിവുകൾ ഉപയോഗിച്ച് അതിനെ പരിഹരിക്കാനായിട്ട് സ്വയം തന്നെ ശ്രമിക്കുന്നുണ്ട്. അവിടെ അവൻ ഒരു ഗവേഷകനായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്.
അതിനുശേഷം അതിൽ അത് ടീച്ചറെ, ഈ ഗവേഷകൻ എന്ന് പറയുമ്പോൾ കുഴിച്ചിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിത്തോ മറ്റോ എല്ലാ ദിവസവും പോയി അവൻ തോണ്ടി നോക്കും, അത് വളർന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അതെ അതെ, നമ്മളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഞാന് ഇതുപോലെ ഒരു പയർ നട്ടിട്ട് ഭയങ്കര കൃഷി ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹത്തില് 3-4 പയർ വിത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് മണ്ണൊക്കെ നനച്ച് കൊണ്ടിട്ടിട്ട് ഓരോ ദിവസവും പോയി തോണ്ടി നോക്കും. അവസാനം നിരാശ, പുല്ല് കിളിക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി 2 ദിവസം മറന്നപ്പോൾ കിളിച്ച് നിൽക്കുന്നു. 3-ാമത്തെ ദിവസം കിളിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ മണ്ണ് തോണ്ടരുത്, അതിനെ ശല്യം ചെയ്യരുത്, അതിനൊരു ടൈമുണ്ട് എന്നൊക്കെ ഉള്ള ധാരണ അപ്പോഴ് നമുക്ക് തന്നെ വരുന്നുണ്ട് അല്ലേ, ചെയ്ത് പ്രവർത്തിക്കുമ്പോ. ഇതില് ഒരു ഇവിടെ മണ്ടത്തരം എന്റെ ഉണ്ടായിരുന്നു ടീച്ചറെ, മോളാണെങ്കിൽ ഒരു രസം കൂടെ മോളും ഉണ്ട്. ആ പറഞ്ഞു. അതെന്താ ഈ പയർ നട്ട പയറുണ്ടാവും, നെല്ല് നട്ടാ നെല്ലുണ്ടാവും. അങ്ങനെ ഒരു സ്വർണ്ണക്കമ്മല് ഞാൻ കുഴിച്ചിട്ടുണ്ട് കൊച്ചില്. അത് കൊള്ളാം. എന്നിട്ടത് കണ്ടുപിടിച്ചോ? കൊച്ചില് ഇല്ല ഇല്ല, ഇന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അതുപോലെ എന്റെ മോളാണേലേ എന്നും ഒരു ഭാഗത്ത് എന്നും ചെന്ന് കുഴിച്ചു നോക്കുന്നതാണായിരുന്നേ. ചെന്നപ്പോ എന്ത് ഇതുണ്ടല്ലോ, നാണയം, കോയിൻ, അത് കുഴിച്ചിട്ടിട്ട് അത് കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിളിച്ചു വരുമെന്ന് പൈസ. ആരെങ്കിലും കുഞ്ഞിനോട് പറഞ്ഞു പറ്റിച്ചായിരിക്കും. അഞ്ജൻ ടീച്ചറുമായിട്ട് വല്ല ബന്ധമുണ്ടോ കൊച്ചിന്? ചിലപ്പോ കാണുമായിരിക്കും. അതല്ല, എന്തോ അമ്മയ്ക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയതാ കുഞ്ഞ്. ഇനി അഞ്ജൻ ടീച്ചർ ആണെങ്കിലേ ഇനി കല്യാണത്തിന് വേറെ ഒന്നും നോക്കണ്ട, അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ എപ്പോഴും ടീച്ചർ കൃഷിയിലേക്ക് തിരിഞ്ഞെന്ന് തോന്നുന്നു. എന്നും പോയി കിളച്ചു പോകും. അങ്ങനെ വീട് മൊത്തം അങ്ങനെ ഒരു, അതെ അതെ, അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. ഇല്ല, ധനികന്റെ മക്കളുടെ കഥ പഠിച്ച കണക്ക് അങ്ങനെയാണോ എന്തോ. അതെ, അച്ഛൻ പറഞ്ഞു പറ്റിച്ചു അവിടെ നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. അതെ അതെ. അപ്പോഴേ ഇന്ന് ഇത്രയും മതിയേ, പറ്റുന്നില്ല. കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കത് ഇല്ലേ മടി പിടിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അവരും കൂടെ വരുമ്പോ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സെക്ഷൻ ഗുണം ചെയ്തോ? ചെയ്ത് ടീച്ചർ. ഏറ്റവും പ്രധാനമായിട്ട് ഗുണം ചെയ്ത എന്താണെന്നറിയാമോ? പത്രം എങ്ങനെ നോക്കണോന്ന് കുറച്ച് കാര്യം കിട്ടി. കാരണം എഴുതി വെക്കുന്നു, അത് ശരി തന്നെ. പക്ഷെ ആ പത്രത്തിൽ ഏതൊക്കെ വാർത്തകളാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ച കൂടുമ്പോൾ ഉള്ള ക്ലാസ്സിൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിലേ നമുക്ക് ഏകദേശ ധാരണ കിട്ടും. ഞാൻ ഇന്ന് ആലോചിച്ചു, ഞാൻ പത്രമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ വിട്ടുപോയ കുറെ വാർത്തകൾ ഉണ്ടല്ലോ, അതെല്ലാം നോക്കണം എന്ന് ഇപ്പൊ കരുതിയതേ ഉള്ളൂ. അതെ അതെ. അതുപോലെ എം ടി സാറിനെ കുറിച്ചുള്ള കുറച്ചെങ്കിലും ഒരു ബേസിക് നോളജ് അത് മൻസൂർ സാറും പറഞ്ഞ കേട്ടോ. അദ്ദേഹത്തിന്റെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ വന്നിട്ട് നമ്മൾ പറയാത്ത ഒന്നും ഇല്ല, നമ്മൾ എന്തൊക്കെ നോക്കണോന്ന് പറയുന്നോ അത് തന്നെ. അതിപ്പോ സാറ് അതെ, ഞാൻ അന്ന് ടീച്ചറിനോട് മെസ്സേജ് ഇട്ടായിരുന്നല്ലോ, നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ഉള്ളൂ, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല. അതുമല്ല അവര് പിന്നെ വേറെ ഒന്നും തരുന്നില്ല, ഇന്ന നോക്കണം എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങളും കാണുന്ന യൂട്യൂബ് ചാനലുകളും എല്ലാം കണ്ടിട്ട് ചോദ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഉത്തരങ്ങൾ നമുക്ക് വേണ്ട, ഉത്തരങ്ങൾ ആരുടേതും നമുക്ക് കണ്ണടച്ചെടുക്കണ്ട, കേട്ടോളൂ. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് ചിന്തിച്ച് ഏത് ചോദ്യം തന്നാലും ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കണം. കാര്യം പറയുന്നതെല്ലാം മനുഷ്യരാണ് അല്ലേ, അവർക്ക് തെറ്റുകൾ സംഭവിക്കാം. അതുമല്ല നമുക്ക് ഒന്നും അറിയാത്തവരാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. അറിയില്ല എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. പക്ഷെ നമ്മളിപ്പോ പോകുന്നത് ഇന്റർവ്യൂവിനാണ്, പരീക്ഷയ്ക്കാണ്. നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, നമ്മളെ പഠിപ്പിച്ചു തരുന്ന അധ്യാപകർക്ക് കുറച്ചുകൂടി അറിവുള്ളവരാണ്, അവർ പറഞ്ഞു തരുമ്പോൾ എനിക്ക് കൂടുതൽ അറിവ് നേടാൻ കഴിയും എന്നൊക്കെ ഉള്ള ലാളിത്യം നല്ലതാണ്. പക്ഷെ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഇന്റർവ്യൂവിനാണ്. ഇവിടെ എനിക്ക് അറിയില്ല എന്നല്ല, എനിക്കെല്ലാം അറിയാം എന്നൊരു ആത്മവിശ്വാസം നമുക്ക് വരണം. എനിക്കറിയാം, ഞാൻ അധ്യാപികയാണ്. ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ അധ്യാപകരെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നിങ്ങൾ അധ്യാപകരായില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു. പലർക്കും തോന്നാം, പക്ഷെ നമ്മൾ അധ്യാപകരാണ്. കാര്യം നമ്മള് എന്താണ് ബോൺ ടീച്ചേഴ്സ് ആണ് എന്ന് വിശ്വസിക്കുക. നമ്മൾ ജനിച്ചപ്പോ തന്നെ നമ്മൾ അധ്യാപകരാണ്, അതിനെ നമ്മൾ അത്ര സ്നേഹിക്കുന്നവരാണ്. നമ്മൾ ആ തൊഴിൽ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ അധ്യാപകർ തന്നെയാണ്. അത് അത് ഞാനും ഇവിടെ ഞങ്ങൾ ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ഞാൻ ഇവിടെ സംസാരിക്കാറുണ്ട്. അപ്പോഴ് ഈ ടീച്ചർ എന്ന് വിളിക്കുന്നത് ഞാൻ ഇന്നലെ മെനഞ്ഞാന്നോ സംസാരിച്ചായിരുന്നു. അപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അങ്ങനെ ഒരു, നമ്മൾ അതാണെന്നൊന്ന് ചിന്തിച്ചു പോകും. അതെ, ജോലി ചെയ്താലും ഇല്ലെങ്കിലും ഇപ്പൊ അഞ്ജലി ടീച്ചറെ
എന്ന് ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് കൊച്ചു കൊച്ചാണ്. എനിക്ക് നമുക്ക് ആ ഒരു വാത്സല്യമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പോലും അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ടീച്ചർ ആണെന്നുള്ള ഒരു ആത്മവിശ്വാസം, അതിലേക്ക് എത്തിച്ചേരാനുള്ള തീവ്രമായ ആഗ്രഹം, അല്ലെ, കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ആ സ്വപ്നം കാണുക, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അറിയാതെ നമ്മൾ അതിലേക്ക് അടുക്കും. ഇപ്പൊ തന്നെ എന്നാ ടീച്ചർ എന്താ ഇങ്ങനെ കിടക്കുന്നേന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെ ആണെങ്കിൽ പോലും നിരാശയില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും വിചാരിക്കത്തില്ല. കാരണം എന്തോ വലുതിരിപ്പോണ്ട് വരാൻ. അതിന് താങ്ങാൻ പറ്റിയാ മതിയായിരുന്നു ആ വലുത്. പിന്നെ എന്തൊക്കെ തന്നെയാണേലും എനിക്കിങ്ങനെ സംസാരിക്കണം. ഞാൻ കഴിഞ്ഞ ടീച്ചിങ് ആസ്പിരൻസ് തുടങ്ങിയത് തന്നെ നമ്മുടെ ഉള്ളിൽ ചില ആശയങ്ങളുണ്ട്. ഇതിനെ ഒരു തൊഴിലായി കാണാത്തത് കൊണ്ട് തന്നെ കുറച്ച് ആശയങ്ങളുണ്ട്. അത് കുറച്ച് പേരിലെങ്കിലും എത്തുക, അവരിൽ കുറച്ച് പേരെങ്കിലും അത് പ്രാവർത്തികമാക്കുക. കുറെ പേര് അത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു പ്രവർത്തനം കൊടുത്താലോ എന്ന് ചിലപ്പോൾ ഒരു അഡ്വൈസ് ചോദിക്കാറുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു നേട്ടമാണ്. ഇപ്പൊ തന്നെ പല ജില്ലയിലെ പലര് നമ്മളെ അറിയുന്നുണ്ട്. ഇതൊക്കെ ഒരു നേട്ടം തന്നെയാണ്. അത് ചിലപ്പോൾ ഞാനൊരു ടീച്ചറായിട്ട് ഇപ്പൊ കയറിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അപ്പൊ അതൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പോസിറ്റീവ്സ് ഉണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡന്റ് ആണ്. പ്രത്യേകിച്ച് ഈ വർക്ക് ചെയ്യുന്നവരുടെ കാര്യത്തിൽ 100% ഞാൻ കോൺഫിഡന്റ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ മടികള്, ചെറിയ എക്സ്ക്യൂസുകളൊക്കെ മാറ്റി വെക്കുക. പിന്നെ നന്നായി പ്രവർത്തിക്കുക. അമൃത ടീച്ചറൊക്കെ പൊടിക്കുഞ്ഞിനെ ഇട്ടോണ്ടാണ്, നമുക്കറിയാം എപ്പോഴും അവന്റെ ശബ്ദം നമ്മൾ മൈക്ക് ഓൺ ചെയ്യുമ്പോഴേ അവന്റെ സൗണ്ട് കേൾക്കുന്നു. ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല ടീച്ചറെ, ഞാനായിരിക്കും ഇവിടെ സമാധിയാവുന്നത്. എനിക്ക് മുടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം വലിച്ചു പറിച്ചോട്ട് പോയി. അയ്യോടാ, ഈ സ്റ്റേജ് അങ്ങനെ ആ ടീച്ചറെ. അവൻ ആഹാരം കഴിക്കത്തില്ലെങ്കിൽ നല്ല ബലമായിരിക്കും. അതിന്റെ കൂടെ ഇപ്പൊ രണ്ടിനും ജലദോഷവും കൂടെ ഉണ്ട് കേട്ടോ. അതാ. അപ്പൊ അങ്ങനെ എന്തെല്ലാം സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പം അഖില ടീച്ചറെ, പുറത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടെന്ന് അറിയാം, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെന്ന് അറിയാം. അത് നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് ആയാല് നെഗറ്റീവ്സ് നമ്മൾ എങ്ങനെ തേടിക്കൊണ്ടിരിക്കും. ഒരു സമയത്ത് നമ്മൾ നെഗറ്റീവായി അതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്നിനെയും നമ്മളെ തകർക്കാൻ സമ്മതിക്കാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും. എല്ലാം ശരിയാവും. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒറ്റക്കൊക്കെ ഇങ്ങനെ പിന്നെ ചോദ്യം ചോദിച്ചതിന്റെ ഉത്തരവൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ടോ? ഞാനിവിടെ ചെയ്യാറുണ്ട്. ഞാൻ എന്നിട്ട് ആദ്യമേ പറഞ്ഞു, എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ കരുതണ്ട, ഇന്റർവ്യൂ വരെ ഉള്ളൂ. ഞാൻ പാട്ട് പാടും, ഡാൻസ് ചെയ്യും. ചിലപ്പോൾ ഡാൻസ് ചെയ്തോണ്ടായിരിക്കും പാചകം ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യാലോ. അമൃത ടീച്ചറ്, ഞാൻ ടീച്ചർ നോർമൽ ആണോ എന്ന് നോക്കുക കേട്ടോ. എനിക്ക് മാത്രമേ ഈ വട്ടം. എന്റെ കൊച്ചുകളൊക്കെ ഞാൻ കൊറേ നേരം നോക്കിയിരിക്കും, ഈ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നായിരിക്കും. നമ്മൾ അത്രയും തീവ്രമായിട്ട് അതിന് ശ്രമിക്കുമല്ലേ ടീച്ചറെ. എന്തായാലും നമ്മൾ നമ്മുടെ ശ്രമം പകുതി വിജയിച്ച് നിൽക്കുകയാണ്. പകുതിയല്ല, മെയിൻ ലിസ്റ്റിലുണ്ട്. ഇനി നമുക്ക് ആ ഇന്റർവ്യൂ അത് നമ്മൾ അടിച്ചിടും. അപ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരും. അമൃത ടീച്ചറും ബിൻസിൻ ടീച്ചറും ഒക്കെ മെയിൻ ലിസ്റ്റ് ആണ്. അഖിൽ ടീച്ചറും മെയിൻ അല്ലേ? അല്ല, സപ്ലിമെന്ററി ആണ്. അഞ്ജൻ ടീച്ചർ മെയിൻ ആണ്. അപ്പൊ എല്ലാവരും സാധ്യതകളുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുക. അത് അഖില ടീച്ചർ ഇടയ്ക്ക് വെച്ച് നമ്മളിൽ നിന്ന് മിസ്സായോണ്ടാ. അതെ, അഖില ടീച്ചറിനെ. അതെ, നമ്മുടെ അഖില ടീച്ചർ പഴയ ഗ്രൂപ്പിൽ നിന്ന്. അപ്പൊ ശരി. പക്ഷെ ഇപ്രാവശ്യം